കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്ന് തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യം. ആ വാക്യം ഇപ്രകാരമാണ്: എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. അടുത്ത വാക്യം അതിൻ്റെ 12-ാം അധ്യായം 20-ാം വാക്യം. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്കാണ്? സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യം. ആ വാക്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് സബ്ജക്റ്റാണ്, ഇമ്പോർട്ടന്റ് വിഷയമാണ്. ഒരു മനുഷ്യന് മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. ഇന്ന് നീ വീണ് മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ ചെലവഴിക്കും? മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. രണ്ട് കാര്യം നമുക്ക് ആർക്കും പറയാൻ കഴിയുന്നില്ല. ഒന്ന്, നമ്മുടെ മരണം എപ്പോൾ സംഭവിക്കും. രണ്ട്, യേശു കർത്താവിന്റെ വരവ് എപ്പോൾ സംഭവിക്കും. ഒന്നുകിൽ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് യേശു കർത്താവ് ഭൂമിയിൽ വരാം, അല്ലെങ്കിൽ നമ്മുടെ മരണത്തിന് ശേഷമായിരിക്കും യേശു കർത്താവ് ഭൂമിയിലേക്ക് വരുന്നത്. രണ്ടിലേത് വേണമെങ്കിൽ സംഭവിക്കാം. രണ്ടിലേത് സംഭവിച്ചാലും ശരി തന്നെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒരു ദിവസം സ്തോത്രം നിന്നെ തേടി മരണം വരുന്ന ഒരു ദിനമുണ്ട്. ഒരു ജനനമുണ്ടെങ്കിൽ ഒരു മരണമുണ്ട്. പക്ഷെ എന്നാൽ നഗ്നനായിട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ നഗ്നനായിട്ട് തന്നെ നീ തിരിച്ചു പോകുന്ന ഒരു സമയം വരും. നീ ഈ ഭൂമിയിൽ എന്തുണ്ടാക്കിയാലും, എന്ത് വെട്ടിപ്പിടിച്ചാലും, നീ എത്രത്തോളം നീ സമ്പാദിച്ചാലും ശരി തന്നെ, എന്ത് നീ ചെയ്താലും ശരി തന്നെ, എന്ത് അനുഗ്രഹങ്ങൾ നേടിയാലും ശരി തന്നെ, ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകുന്ന ഒരു സമയമുണ്ട്. ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയ 70 അല്ലെങ്കിൽ 80. അതിന്റെ അപ്പുറം വലിയ പ്രതാപവും പ്രയാസവും എന്നാണ് സങ്കീർത്തനം എടുത്ത് പറയുന്നത്. ഒരു മനുഷ്യന്റെ ആയുസ് 4 വിരലിന് തുല്യമാണ്. ഞാൻ പറയട്ടെ, സ്തോത്രം, ചിലപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്തായിരിക്കാം, കിടക്കുന്ന സമയമായിരിക്കാം, ഇരിക്കുന്ന സമയമായിരിക്കാം, നിൽക്കുന്ന സമയമായിരിക്കാം, ഒരു യാത്രയ്ക്ക് പോകുന്ന സമയത്തായിരിക്കാം നമ്മളെ തേടി മരണം കടന്നു വരുന്നത്. ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ മുമ്പിൽ മരണം പ്രത്യക്ഷപ്പെടുന്നതിന് തൊട്ടു മുൻപായിട്ട് നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. ദൈവവചനപ്രകാരം നമ്മൾ ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ എന്ത് നേടിയില്ലെങ്കിലും, എന്ത് നമ്മൾ വെട്ടിപ്പിടിച്ചില്ലെങ്കിലും, കർത്താവിനെ നേടി നമ്മൾ ദൈവരാജ്യത്തിന്റെ അവകാശികളായിട്ട് മാറണം. സ്തോത്രം. മറുസൈഡിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ഭാഗത്ത് ഇങ്ങനെ എടുത്തു പറയാം, ധനവാനും ലാസവന്റെയും ആ ഒരു ഉപമ. ധനവാൻ ഭൂമിയിൽ പലതും വെട്ടിപ്പിടിച്ചു, അവൻ ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ചു പോകുന്നു. എന്നാൽ ദരിദ്രനായ ലാസർ ഒന്നും വെട്ടിപ്പിടിച്ചിട്ടില്ല, അവൻ ദരിദ്രനായി തന്നെ ഭൂമിയിൽ ജീവിച്ചു. നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം രണ്ടുപേരെ മരണം പിടികൂടുകയാണ്. ഈ രണ്ടുപേരെ മരണം പിടികൂടുന്ന സമയത്ത് തന്നെ സ്തോത്രം, ഒരുവൻ മരിച്ചടക്കപ്പെട്ട് അവൻ പാതാളത്തിലേക്ക് പോയി. മറ്റവൻ മരണപ്പെട്ട് അവൻ സ്തോത്രം അബ്രഹാം പിതാവിന്റെ മടിയാകുന്ന പർദീസയിലേക്ക് എടുക്കപ്പെടുകയാണ്. സ്തോത്രം, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മരണമാണ് കടന്നു വരുന്നത്. എന്നാൽ നമുക്ക് നന്നായിട്ട് അറിയാം, ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ആ പാതാളത്തിൽ കടന്ന് യാതന അനുഭവിക്കുമ്പോൾ ധനവാൻ കിടന്ന് നിലവിളിക്കുകയാണ്. അബ്രഹാം പിതാവിനോട് ഇപ്രകാരം പറയാണ്: അല്ലയോ അബ്രഹാം പിതാവേ, സ്തോത്രം, ലാസവനെ ഭൂമിയിലേക്ക് അയക്കണം. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരിനി യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവരോട് സുവിശേഷം പറയട്ടെ. ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അവരുടെ വാക്ക് കേട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് മരിച്ചിട്ട് ഒരുവൻ പോയാലും ഇവരുടെ വാക്ക് കേൾക്കത്തില്ല. സഹോദര സഹോദരി, ഞാൻ വിളിച്ചു പറയുന്നു, ഒരു മനുഷ്യന്റെ ആയുസ് 70 അല്ലെങ്കിൽ 80.
ചിലപ്പോൾ അതിനു മുമ്പോ മരണം നിന്നെ പിടികൂടാം, അതിനുശേഷം നിന്നെ പിടികൂടാം. എന്നാൽ ഞാൻ വിളിച്ചു പോകട്ടെ, മരിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട്, മരണത്തിന് മുമ്പായിട്ട് അവൻ വചനം പറയുന്നു, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാസമയം. അവൻ സ്തോത്രം. ഈ സമയത്ത് നീ യേശുവിനെ നീ മുറുകെ പിടിക്കുക. യേശുവിനെ നീ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ സ്തോത്രം നിശ്ചയമായിട്ടും അവൻ സ്തോത്രം നിനക്ക് നിത്യത അവകാശമാക്കുവാൻ കഴിയും. ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് അവൻ സ്തോത്രം ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, തന്റെ ഭടനോട് താൻ എങ്ങനെ സംസാരിക്കുകയാണ്, ഞാൻ മരിക്കുമ്പോൾ അവൻ എന്നെ അടക്കുന്ന ആ പെട്ടിയുടെ 2 ഭാഗത്ത് ഹോളുകൾ ഇട്ടിട്ട് എന്റെ 2 കൈയും പോത്തിട്ടിട്ട് വേണം എന്നെ അടക്കാൻ. അപ്പൊ പടയാളി ചോദിച്ച ആ പടം ചോദിച്ച ഒരേ ഒരു കാര്യം ഇപ്രകാരമാണ്, എന്തുകൊണ്ടാണ് അങ്ങ് അങ്ങനെ സംസാരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു സന്ദേശം, ഞാൻ ഈ ലോകത്തിൽ വന്നു, ഞാൻ ഒന്നും നേടുന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. നഗ്നനായി വന്നത് കൊണ്ട് ഞാൻ നഗ്നനായിട്ട് തന്നെ ഞാൻ തിരിച്ചു പോകുന്നു. ഞാൻ എന്ത് വെട്ടിപ്പിടിച്ചാലും ശരി തന്നെ, ഒന്നും ഞാൻ ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകത്തില്ല. ഞാൻ പറയട്ടെ, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി തനിക്ക് ഈ കാര്യം മനസ്സിലായി, ഈ ലോകത്തിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൊണ്ടുപോകത്തില്ല, ഒന്നും ഇവിടെ നിന്ന് ഞാൻ ശേഖരിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ സംസാരിക്കുന്നു, സഹോദര സഹോദരി, 2 കാര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒന്ന് നമ്മുടെ മരണം, 2 യേശു കർത്താവിന്റെ വരവ്. രണ്ടിലേത് സംഭവിച്ചാലും നീ അവൻ പോകാൻ ഒരുങ്ങിക്കൊള്ളുക. ഞാൻ പറയുന്നു, ദൈവത്തിന്റെ വചനം അനുസരിക്കുക. അവൻ പത്യവചനവും പത്യോപദേശത്തിൽ നിലനിൽക്കുക. ആ ദൈവവചനത്തെ നീ സ്വീകരിക്കുക, ദൈവവചനത്തെ മുറുകെ പിടിക്കുക. നിശ്ചയമായിട്ടും നിനക്ക് നിത്യത പ്രാപിപ്പാൻ ഇടയാവുക തന്നെ ചെയ്യും. നാമെ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. ഇന്ന് വീണ് മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടേക്കാണ് പോകുന്നതെന്ന് കർത്താവ് ഈ സന്ദേശത്തിൽ കൂടെ ജനം തിരിച്ചറിയട്ടെ. ഇത് വീഡിയോ ആരൊക്കെ കാണുന്നുണ്ടോ അവരും ഈ നാളുകളിൽ അവൻ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങട്ടെ. ക്രിസ്തുവിന് വേണ്ടി അവർ ജീവിതങ്ങൾ സമർപ്പിച്ച് ജീവിക്കട്ടെ. കർത്താവെ, അവൻ സ്തോത്രം, ഈ നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ അവരുടെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ ദൈവം സൂക്ഷിക്കട്ടെ. അങ്ങയുടെ ആത്മാവ് ക്രിയ ചെയ്യട്ടെ. യേശു നാമത്തിൽ തന്നെ.